ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ് ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻ. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏജ് ലിമിറ്റ് ടു അണ്ടർഗോ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് ആസ് അപ്രൻറ്റീസ് അണ്ടർ ദ അപ്രൻറ്റീസസ് ആക്ട്? അപ്രൻറ്റീസസ് ആക്ട് പ്രകാരം അപ്രൻറ്റീസ്ഷിപ്പിന് പോകാൻ എത്രയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്? 14 വയസ്സ് കഴിഞ്ഞവർക്കാണ് അപ്രൻറ്റീസ്ഷിപ്പിന് പോകാൻ പറ്റും. അപ്പോൾ അപ്രൻറ്റീസ്ഷിപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ 14 വയസ്സ് കഴിഞ്ഞിരിക്കണമെന്ന് പറയുന്നു. ഇന്ത്യൻ നിയമപ്രകാരം 14 വയസ്സ് വരെ കുട്ടി, ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 14 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് അഡൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 14 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് പ്രകാരം അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനീസായിട്ട് പോകാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്രൻറ്റീസസ് ആർ എലിജിബിൾ ടു ഗെറ്റ് അണ്ടർ ദ അപ്രൻറ്റീസസ് ആക്ട് 1961. അപ്പോൾ അതൊന്നും ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 1961 അപ്രൻറ്റീസസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 1961 പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല, അവർക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് പ്രകാരം അപ്രൻറ്റീസസിന് കിട്ടുന്ന ബെനിഫിറ്റിനെ പറയുന്ന പേര് ബോണസ്, സ്റ്റൈപ്പൻഡ്, ഓവർ ടൈം സാലറി, പെൻഷൻ. അപ്രൻറ്റീസസിന് കിട്ടുന്ന ബെനിഫിറ്റിനെ പറയുന്ന പേര് സ്റ്റൈപ്പൻഡ് എന്നാണ്. ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്രൻറ്റീസസ് ആർ എലിജിബിൾ ടു ബി കവേർഡ് അണ്ടർ ദ ചാപ്റ്റർ 3 and 4 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 1948. അപ്രൻറ്റീസസ് ആക്ട് കവർ ചെയ്യുന്നത് ചാപ്റ്റർ 3 and 4 ഓഫ് ഫാക്ടറീസ് ആക്ട് 1948. അപ്പോൾ അവിടെയും നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. 1948 ഫാക്ടറീസ് ആക്ടിലെ ചാപ്റ്റർ 3ഉം 4ഉം ആണ് അപ്രൻറ്റീസസ് ആക്ടിനെ കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. EPF ആക്ട്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് നിലവിൽ വന്നത് എന്നാന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1952 1952. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് എന്നാ നിലവിൽ വന്നതെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. 1936. അതുപോലെ തന്നെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ESI ആക്ട് നിലവിൽ വന്നത് 1948. അതുപോലെ ഫാക്ടറീസ് ആക്ട് നിലവിൽ വന്നത് 1948. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു അപ്രൻറ്റീസ് ആക്ട് വന്നത് 1961. അപ്പോൾ ഈ കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്, ഹൗ മെനി നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് എ ഫാക്ടറി വിത്ത് ഇലക്ട്രിക് പവർ ഷുഡ് ഹാവ് ടു ബി കവേർഡ് അണ്ടർ ദ ഫാക്ടറീസ് ആക്ട്? അതായത് ഫാക്ടറീസ് ആക്ട് പ്രകാരം ഫാക്ടറി ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 10 ആളുകൾ വർക്ക് ചെയ്യുകയും ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുന്ന കമ്പനികളാണ് ഫാക്ടറി എന്ന് പറയുന്നത്. ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചല്ല പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ 20 ആൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഫാക്ടറി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്ര ജോലിക്കാരുണ്ടെങ്കിലാണ് ഫാക്ടറി ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 10 ആളുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, വിത്ത് ഇലക്ട്രിക്കൽ പവർ ആണെങ്കിൽ 10 ആളുകൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിത്തൗട്ട് ഇലക്ട്രിക്കൽ പവർ ഒരു ഫാക്ടറി ആക്ട് പ്രകാരം ഫാക്ടറി ആവണമെങ്കിൽ എത്ര ആൾ വേണമെന്ന്, എത്ര ജോലിക്കാർ വേണം? 20 ജോലിക്കാരാണ് വേണ്ടത്. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ ഇല്ലാതെ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയെ ഫാക്ടറിയുടെ ഗണത്തിൽ പെടുത്തണമെങ്കിൽ മിനിമം 20 ജോലിക്കാർ വേണം. ഇലക്ട്രിക്കൽ പവറോട് കൂടിയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ 10 ജോലിക്കാരുണ്ടെങ്കിലും അതിനെ നമുക്ക് ഫാക്ടറി എന്ന് വിളിക്കാം. അടുത്തത്, ആസ് പെർ ഫാക്ടറീസ് ആക്ട് ലിഫ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആൻഡ് എക്സാമിൻഡ് ബൈ ദ കോമ്പീറ്റൻറ്റ് പേഴ്സൺ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ പീരീഡ് ഓഫ്. അതായത് ഫാക്ടറി ആക്ട് പ്രകാരം ലിഫ്റ്റുകളൊക്കെ സർവീസ് ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? എവറി 6 months ആണ്. ഒരു 6 മാസത്തിനുള്ളിലും നമ്മൾ ലിഫ്റ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ആസ് പെർ ദ ഫാക്ടറീസ് ആക്ട് ദ മാക്സിമം വെയ്റ്റ് പെർമിറ്റഡ് ടു ലിഫ്റ്റ് ക്യാരി ബൈ ഹാൻഡ് ഓർ ഹെഡ്. അതായത് കൈ കൊണ്ടോ തലയിൽ വെച്ചിട്ടോ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയ്റ്റ് ആസ് പെർ ഫാക്ടറീസ് ആക്ട് ആണ്. ഫാക്ടറീസ് ആക്ട് പ്രകാരമാണ് എത്രയാണ് എന്നുള്ളതാണ്. ഫാക്ടറീസ് ആക്ട് പ്രകാരം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറയുന്നത് മെയിൽ 50 കിലോ ആണ്. അതായത് ജെൻസിന്, ആണിന് 50 കിലോയും ലേഡീസിന് 30 കിലോ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. മെയിൽ 50 കിലോഗ്രാം, ഫീമെയിൽ 30 കിലോഗ്രാം. ഇത് ഫാക്ടറി ആക്ട് പ്രകാരമുള്ള വെയിറ്റ് ആണ്.
വേറെ പല നിയമപ്രകാരവും വെയിറ്റ് ഡിഫറെൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഫാക്ടറി ആക്ട് പ്രകാരം 50 കിലോഗ്രാമും ഫീമെയിലിന് 30 കിലോഗ്രാമുമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ദ ഫാക്ടറീസ് ആക്ട് ദ പീരീഡ് ഓഫ് വർക്ക് ഓഫ് ആൻ അഡൾട്ട് വർക്കർ ഇൻ എ ഫാക്ടറി ഷോൾ ബി സോ അറേഞ്ച്ഡ് ഇൻക്ലൂസീവ് ഓഫ് ഹിസ് ഇൻ്റർവെൽ ഫോർ റെസ്റ്റ്. അതായത് ഫാക്ടറി നിയമപ്രകാരം ഒരു അഡൾട്ട് വർക്കർക്ക് ഇൻ്റർവെല്ല് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എത്ര സമയം വർക്ക് ചെയ്യാം, ഇൻ്റർവെല്ല് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 10.5 hours in a day, 10.5 ആണ്. അതായത് ഇൻ്റർവെൽ സഹിതം ഒരാൾക്ക് ഒരു കമ്പനിയിൽ ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 10.5 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നോർമൽ വർക്ക് എത്ര സമയം ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. സാധാരണ നമ്മൾ 8 മണിക്കൂർ എന്നാണ് പറയുന്നത്, പക്ഷേ ഫാക്ടറീസ് ആക്ട് പ്രകാരം 9 മണിക്കൂറാണ്. ഫാക്ടറി നിയമപ്രകാരം ഒരാൾക്ക് ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുന്നത് 9 മണിക്കൂറാണ്. ഇൻ്റർവെൽ സഹിതമാണെങ്കിൽ അത് 10.5 മണിക്കൂറാണ്. ഒരാഴ്ചയിൽ ഒരു ജോലിക്കാരന് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക 48 മണിക്കൂറാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരാഴ്ചയിൽ മാക്സിമം 48 മണിക്കൂറാണ്. ഒരാഴ്ചയിൽ ഒരു ലീവ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ 48 മണിക്കൂർ 7 ദിവസത്തിൽ നിന്ന് ഒരു ദിവസം ലീവാണ്, ആഴ്ചയിൽ ഒരു ലീവ് മസ്റ്റാണ്. അപ്പോൾ 48 മണിക്കൂർ, അതിൽ ഒരു ലീവ് പോയാൽ 6 ദിവസം, 48 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ ഒരു ദിവസം നമുക്ക് 8 മണിക്കൂർ വർക്ക് ചെയ്യാമെന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ 8 hours എത്തുന്നത്. പക്ഷേ ഫാക്ടറി നിയമത്തിൽ പറയുന്ന ശരിക്ക് ഒരു ദിവസം 9 മണിക്കൂറാണ്. പിന്നെ ഇത് എന്തുകൊണ്ട് ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദിവസം 9 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിച്ചാൽ, ഇപ്പോൾ ഒരാഴ്ചയിലെ 3 ദിവസം 9 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിച്ചാൽ ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ 7 മണിക്കൂറേ വർക്ക് ചെയ്യിക്കാൻ പറ്റും. കാരണം ഒരാഴ്ചയിൽ മാക്സിമം വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സമയപരിധിയുണ്ട്, അത് 48 മണിക്കൂറാണ്. സോ അതുകൊണ്ടാണ് അത് 8 മണിക്കൂറിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എത്ര മണിക്കൂറാണ് മാക്സിമം ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മണിക്കൂർ, 9 hours per day ആണ്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്കിംഗ് ടൈം ഓഫ് വുമൺ വർക്കേഴ്സ് ആസ് പെർ ദ ഫാക്ടറീസ് ആക്ട് 1948? ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ലേഡീസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എപ്പോഴാണ് എന്നുള്ളതാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ, 6 AM to 7 PM ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത സമയം, വുമൺ വർക്കേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത സമയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എഴുതിയാൽ മതി. 7 PM to 6 AM ആണ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത സമയം എന്ന് പറയുന്നത്. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെ സ്ത്രീ ജോലിക്കാരെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആസ് പെർ ഫാക്ടറീസ് ആക്ട് ഹോളിഡേ മസ്റ്റ് ബി ഗിവൺ ടു വർക്കർ എവറി ഡാഷ്. അതായത് ഒരു ഹോളിഡേ കൊടുക്കേണ്ട, അവധി ദിവസം കൊടുക്കേണ്ടത് വീക്ക്, മന്ത്, ഇയർ, ഫോർട്ട് നൈറ്റ്, ഓരോ വീക്കിലും ഒരു അവധി ദിവസം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ഫാക്ടറീസ് ആക്ട് വാട്ട് ഈസ് ദ ഓവർ ടൈം സാലറി? ഫാക്ടറീസ് ആക്ട് പ്രകാരം ഓവർ ടൈം സാലറി എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ട്വൈസ് ഓഫ് ദ റെഗുലർ വേജ്. അതായത് നമുക്ക് എത്രയാണോ റെഗുലർ വേജ് കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ഓവർ ടൈം സാലറി കൊടുക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരാൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് 800 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് ഒരു മണിക്കൂറിന് കിട്ടുന്നത് 100 രൂപയാണ്. 8 മണിക്കൂർ അയാൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ സാലറി 800 ആണ്, അയാൾക്ക് വേജായിട്ട് കിട്ടുന്നത് 800 ആണ് എങ്കിൽ അയാളുടെ ഒരു മണിക്കൂറിന് കിട്ടുന്ന 100 രൂപയാണ്. അയാൾ 8 മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 100 രൂപയല്ല. അതായത് 9 മണിക്കൂർ വർക്ക് ചെയ്താൽ 900 രൂപയാണ് നോർമലി കൊടുക്കേണ്ടത്. പക്ഷേ ഫാക്ടറി നിയമപ്രകാരം പറയുന്നത് അയാൾക്ക് 1000 രൂപ കൊടുക്കണം. അതായത് പകൽ സമയത്ത്, അതായത് വർക്കിംഗ് സമയത്ത് ഒരു മണിക്കൂറിന് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഓവർ ടൈമിന് ഒരു മണിക്കൂറിന് 200 രൂപ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ 8 മണിക്കൂർ റെഗുലറും 8 മണിക്കൂർ ഓവർ ടൈമും ജോലി ചെയ്താൽ 800 + 1600, കാരണം ഓവർ ടൈമിന് ഇരട്ടി പൈസ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആൻസർ ചോയ്സ് ഓഫ് ദ റെഗുലർ വേജ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്?
പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ടു എൻഷുർ വെൽഫെയർ, ടു എൻഷുർ എംപ്ലോയീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതുപോലെ ഓപ്ഷൻ സി ടു എൻഷുർ ടൈംലി പേയ്മെൻറ്റ് ഓഫ് വേജസ് ടു എംപ്ലോയീസ്. ഓക്കെ, അടുത്ത പെൻഷൻ ടു എംപ്ലോയീസ് ആണ്. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടൈംലി പേയ്മെൻറ്റ് ഓഫ് വേജസ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിനൊക്കെ സമയത്തിന് വേജസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ ഒരു ലക്ഷ്യം. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പെർമിസിബിൾ അണ്ടർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്? പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം പെർമിറ്റ് ചെയ്യാത്ത കാര്യം എന്താണ് എന്നുള്ളതാണ്. ഒന്ന്, ക്രെഡിറ്റിംഗ് വേജസ് ഇൻ എംപ്ലോയീസ് ബാങ്ക് അക്കൗണ്ട്. അതായത് വേജസ് എംപ്ലോയീസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം, ഇത് അലോ ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ രണ്ടാമത്തേത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ബൈ ചെക്കായിട്ട് സാലറി കൊടുക്കാം, കുഴപ്പമില്ല. മൂന്നാമത്തെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ബൈ ഫോറിൻ കറൻസി, ഇത് ഇന്ത്യയിൽ അലൗഡ് അല്ല. ഫോറിൻ കറൻസിയിൽ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് അലൗഡ് അല്ല. ആൻസർ എന്ന് പറയുന്നത് വേജസ് ആക്ട് പ്രകാരം പെർമിറ്റ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയിൽ വേജസ് പേ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിഡക്ഷൻ ഫ്രം ദ വേജസ് ഓഫ് ദ എംപ്ലോയീസ് നോട്ട് പെർമിസിബിൾ അണ്ടർ പേയ്മെൻറ്റ് ഓഫ് വേജസ്? താഴെ പറയുന്നതിൽ പെർമിറ്റ് ചെയ്യാത്ത കാര്യം എന്താണെന്നുള്ളതാണ്. ഒന്നാമത്, ഡിഡക്ഷൻ ഫോർ കമ്പനീസ് ലോസ്. കമ്പനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഫോർ കമ്പനീസ് ലോസ് ആണ്. ദെൻ അടുത്ത കാര്യങ്ങൾ നോക്കാം. അതായത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആബ്സെൻസ് ഫ്രം ദ ഡ്യൂട്ടി ലീവാക്കി കഴിഞ്ഞാൽ അതിന്ന് എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് ആ കാര്യത്തിന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫൈനുകൾ. മൂന്നാമത്തെ ഹൗസ് അക്കോമഡേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി, സി, ഡി ഇതിൽ പറയുന്ന 3 കാര്യങ്ങൾക്കും എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒന്നാമത്തെ കാര്യത്തിന് കമ്പനിക്ക് ലോസ് വന്നാൽ ആ നഷ്ടം നികത്താൻ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് ഈസ് പ്രൊവൈഡിങ് സിക്നെസ്, മെറ്റേണിറ്റി, എംപ്ലോയ്മെൻറ്റ്, ഇഞ്ചുറി, മെഡിക്കൽ ബെനിഫിറ്റ് ടു എംപ്ലോയീസ്? അതായത് താഴെ പറയുന്നതിൽ ഏത് ആക്റ്റാണ് എംപ്ലോയീസിന് മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതേപോലെ സിക്നെസ്, ഇഞ്ചുറി, മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ നൽകുന്നത്? ESI ആക്ട് പ്രകാരമാണ് മെറ്റേണിറ്റി ബെനിഫിറ്റും ഇഞ്ചുറി ബെനിഫിറ്റൊക്കെ എംപ്ലോയീസിന് ലഭിക്കുന്നത്. അപ്പോൾ ESI ആക്ട് 1923. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഫോർ ESI സ്കീം. ESIൻ്റെ ഫുൾ ഫോം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. അത് പ്രകാരം എംപ്ലോയീസ് എത്രയാണ്? അപ്പോൾ ആ ഒരു ഇൻഷുറൻസിൽ നമുക്ക് അംഗമാവണമെങ്കിൽ എംപ്ലോയീസ് എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ചോദ്യം. 1.75%, 1.75% ഓഫ് വേജസ് ആണ് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ പുതിയ അപ്പോൾ നമ്മൾ ആൻസർ കീയിലൊക്കെ കാണുന്ന 1.75 ആണ്. എന്നിരുന്നാലും ESICയുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ സൈറ്റിൽ വിത്ത് എഫക്റ്റ് ഫ്രം, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ, വിത്ത് എഫക്റ്റ് ഫ്രം 1st 7th 2019, 1/7/2019 അത് 0.75% ആയിട്ട് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഫോർ ESI സ്കീം. എംപ്ലോയർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 4.75%, 4.75 ആണ്. അപ്പോൾ ടോട്ടൽ 6.5 ആണ് വന്നിരുന്നത്. അതിൽ 1.75 എംപ്ലോയിയും 4.75 എംപ്ലോയറും ആയിരുന്നു. പക്ഷേ ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്. 1/7/2019 മുതൽ 3.25% ആക്കി മാറ്റിയിട്ടുണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ടോട്ടൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4%. ഇതിനു മുമ്പ് അത് എത്രയായിരുന്നു? 6.5% ആയിരുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ദ ESI ആക്ട് ദ ഇൻഷുർഡ് പേഴ്സൺ ഈസ് പെയ്ഡ് ഡ്യൂറിങ് എ മെറ്റേണിറ്റി ബെനിഫിറ്റ് പീരീഡ്. ESI ആക്ട് പ്രകാരം ഇൻഷുർഡ് ചെയ്ത ഒരാൾ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പ്രകാരം ഇൻഷുർഡ് ചെയ്ത ഒരാൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് പീരീഡ്, പ്രസവ കാലാവധിയിൽ സാലറി എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഫുൾ വേജസ് ആണ്, ഇൻഷുറൻസ് ആയിട്ട് അവർക്ക് അവരുടെ ഫുൾ വേജസ് കിട്ടും. ഇത് 3 മാസത്തേക്കാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ 1 മാസം കൂടെ എക്സ്ട്രാ കൊടുക്കുക, അതായത് 4 മാസം കൊടുക്കാമെന്നും പറയപ്പെടുന്നുണ്ട് നിയമത്തിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ESI ആക്ട് മെറ്റേണിറ്റി പീരീഡ് ഈസ്
ESI ആക്ട് പ്രകാരം മെറ്റേണിറ്റി പീരീഡ് എത്ര മാസമാണ് എന്നുള്ളതാണ്. ഇവിടെ വീക്കിലാണ് കൊടുത്തത്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു 3 മാസമാണ് മെറ്റേണിറ്റി പീരീഡിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 3 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് 12 വീക്കാണ് ആൻസർ വരുന്നത്. പക്ഷേ ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടെങ്കിൽ ഈ 3 മാസം എന്നുള്ളത് 4 മാസത്തേക്ക് മാറ്റാം. അതായത് 1 മാസം കൂടെ ഇവർക്ക് ഇൻഷുറൻസ് പോലെ നമുക്ക് അവരുടെ വേജസ് ലഭിക്കുന്നതാണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ EPF ആൻഡ് MP ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ പാർലമെൻറ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 1952 EPF എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ഇൻ ദ ട്രൈപാർട്ടൈറ്റ് ബോർഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് EPF ആൻഡ് MP ആക്ട്. EPF ആക്ടിൽ ഉൾപ്പെടാത്ത ഒരു 3 പാർട്ടികളാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ളത്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ആരാണെന്നുള്ളതാണ്. എംപ്ലോയീസ്, എംപ്ലോയർ, ഗവൺമെൻറ്, ഇവർ 3ഉം അതിൽ ഉൾപ്പെട്ട ആളുകളാണ്. ട്രേഡ് യൂണിയനാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ ഉൾപ്പെടാത്തത്. അടുത്ത EPFൻ്റെ ഫുൾ ഫോം. ഈ EPF ആക്ട് പ്രകാരം 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഒന്ന് പെൻഷൻ സ്കീം, ഒന്ന് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. ഈ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് EPF. EPF എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. രണ്ടാമത്തത് EPS ആണ് അതിൽ വരുന്ന രണ്ടാമത്തെ. അപ്പോൾ 3 കാര്യങ്ങൾ ആ റൂളിലുണ്ട്, ആ നിയമത്തിലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എംപ്ലോയീസ് പെൻഷൻ സ്കീമാണ്, ഓപ്ഷൻ സി. മൂന്നാമത്തെ മൂന്നാമത്തേതല്ല, EPFO എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. EPFOൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്, നിയമം മൂലം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. അടുത്തത് EDLA മൂന്നാമത്തേതാണ്. അതായത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പ്രകാരം 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ സ്കീം, മൂന്നാമത്തേതാണ് EDLA. EDLAൻ്റെ ഫുൾ ഫോം എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. അടുത്ത, വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഫോർ പ്രൊവിഡൻറ്റ് ഫണ്ട് ബൈ ദ എംപ്ലോയി. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നമുക്ക് എംപ്ലോയീസ് എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? 12% ഓഫ് ബേസിക് സാലറിയാണ്. അപ്പോൾ 12% എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട തുക, 12%.